എന്റെ പുറയിൽ പിന്നെ അരിയലൊക്കെ വത്തിക്കൊണ്ട് മംഗലം കഴിക്കല 300 ദിവസം തന്നെ ആക്കാൻ അപ്പം നോക്കിയാൽ തന്നെ ഉണ്ടാവും. അതന്നെ ഒന്ന് ശീലിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ഷുഗറുള്ള ആൾക്കാർ ഇൻസുലിൻ വെക്കുന്നുണ്ട്. അതില്ലാണ്ട് പറ്റിയില്ല, കന്നെ വേണം. അങ്ങനെ തിന്നലും കുടിക്കലും കഴിഞ്ഞ് നമ്മളിന്ന് നേരെ പോകുന്ന എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനക്കാണെങ്കിൽ ഏടെങ്കിലും ഒറ്റക്ക് പോകാൻ ഭയങ്കര മടി. അതിനും വേണ്ടി ഇവനെയും കൂട്ടി നേരെ മോച്ചർഭാഗത്തുള്ള ഡിസ്പെൻസറി പോകുന്നത്. ഞാൻ പിന്നെ കൗക്കോല് ഉള്ളതുകൊണ്ട് തന്നെ കുനിഞ്ഞാലും നിൽക്കണം, എന്നാലേ ഷീട്ടെല്ലാം കിട്ടുള്ളൂ. കുറെ ദിവസമായി കുറച്ച് രാത്രി ഉറക്കന്നെ കിട്ടുന്നില്ല. ഫസ്റ്റ് തന്നെ ഇവിടെ പോയി കുമ്പസരിക്കണം, എന്നിട്ട് അപ്പുറത്തെ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാണിച്ച് ₹1 കൊടുക്കാണെങ്കിൽ മരുന്നും കുളിയെല്ലാം കിട്ടി. വേഗം മരുന്ന് വാങ്ങി പിടിച്ച് വേഗം പുരയിലേക്ക് പോയിക്കി. പുരക്കാണെങ്കിലും നല്ല ചൂടുള്ള വെള്ളം തന്നെ ആക്കി എനിക്ക് മേലെ വേണ്ടിയിട്ട്. അങ്ങനെ റാത്തായി മേലെ അങ്ങ് മാറ്റിയേക്ക്. എത്രയോ ദിവസമായി ഒരു കല്യാണത്തിലെല്ലാം കൂടിയിട്ട്. ഇന്നാണ് ചങ്ങായിന്റെ ഏട്ടന്റെ കല്യാണം, അതിനു വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നത്. എപ്പം നോക്കിയാലും ഞാനൊരു നേരം പാർത്തിട്ട് ഇന്നാണെ 1:45 ഇവൻ എത്തുന്നെങ്ങാന്നില്ല. ഇങ്ങനെല്ലാം നേരം പാർത്തിട്ട് ഇന്നാരം ചോറ് കിട്ടിക്കില്ല നെസിയിലെ തടിമന്നൊരു ഇളക്കള കണ്ട് പിന്നെ ഓൻ്റെ അതോ ഗതിയാണ്. ഇവന്റെ ഏട്ടന്റെ കല്യാണത്തിന് വേണ്ടി വന്ന് അങ്ങനെ വേഗം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം ചോറയ്ക്കാൻ വേണ്ടി പോയിക്കി. കല്യാണപ്പുറത്തെ ചോറ് വേറെ തന്നെ, നല്ല കരിങ്ങാണി വെള്ളം കുടിച്ചിട്ടുള്ള ചോറ് വയ്ക്കില്ല, അത് വേറെ തന്നെ സുഖം. എത്ര തന്നെ ഹോട്ടലിൽ നിന്ന് വാരി തിന്നാൽ നമ്മളെ കല്യാണപ്പുറത്തെ ബിരിയാണി തിന്നാണെങ്കിൽ കല്യാണപ്പുറത്ത് തന്നെ വരണം. ഒരു ബറ്റ് പോലും ബാക്കി വെക്കാണ്ട് പള്ള നിറച്ചു അങ്ങ് കഴിച്ചു. അതും കഴിഞ്ഞ് വരുന്ന കാര്യത്തിലല്ല മൈദപ്പൊടി പോലത്തെ പൊടി മൊത്തം തിന്ന് കൈവേം വന്ന് നമ്മളെ മൊഞ്ചുള്ള മുഖത്ത് പൊടിയെല്ലാം കൊണ്ടുകൊണ്ട് തന്നെ കറ്റാറ് വേനെ കൊണ്ട് നല്ലോണം വരച്ചിക്ക് മുഖത്ത്. അതെല്ലാം കഴിഞ്ഞ് നമ്മളെ ജുമാത്തൊള്ളി പോയി അസറിസ്കരിക്കാനാ പോകുന്നത്. നിസ്കരിച്ച് കഴിഞ്ഞ പാടെ തന്നെ എന്താന്ന് പറയുന്നത് ബിരിയാണിയെല്ലാം തിന്നോണ്ടെന്നുണ്ട് ഉറക്ക് വന്നിട്ട് അങ്ങ് എണീക്കാൻ തന്നെ തോന്നില്ല. അതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കും വേണ്ടി ചങ്ങായിന്റെ ഏതോ പുരന്ന് മുട്ടമാലെല്ലാം കൊണ്ട് വന്നിട്ട് ഇവിടെ. ഇന്നത്തെ ദിവസം എന്താ അറിയില്ല, തീറ്റയോട് തീറ്റയാണ് ഇന്നത്തെ ദിവസം. അതെല്ലാം കഴിഞ്ഞ് പുരയെ പോയി നോക്കുമ്പോൾ ഉമ്മാൻ്റെ ഒക്കെ നല്ല കേങ്ങ് വരിയതും. ഇതെല്ലാം കൂടി കയറ്റി പിടിച്ചിട്ട് ഇപ്പം ബാത്റൂം പോയി ചിരിണ്ടെന്ന് തോന്നുന്നുണ്ട്.